അപ്പോൾ ഇന്ന് പോകുന്നവിടെ കടവാതൂരല്ലേ, മാധവൻപടി നവോദയ സ്കൂളിൻ്റെ അടുത്തോട്ട് പോവാണ് അല്ലേ? ഇന്ന് ക്യാമറാമാൻ ജോമാസ് വേൾഡിനോടൊപ്പം. വാച്ച് സെറ്റ് ചെയ്യുക, എത്ര കിലോമീറ്റർ, എത്ര സമയം, പിന്നെ എത്ര ഇത് ബേണായെന്നൊക്കെ അല്ലേ? പിടിക്കൂ, കാണിക്കൂ പിന്നെ ഔട്ട്ഫിറ്റ്. കണക്ക് കാണാം. പറയിക്കൂടെ നടക്കാതെ അടുത്തോട്ട് കേറിയോ? മൊത്തം കാണാൻ അല്ലേലും പഠിച്ചില്ല. ഇല്ല, ഷുവർ ഷോർട്സ് ഇടുന്നേ ഇല്ല. കൊടയും പിടിച്ചോണ്ട് ഇച്ചിരി പാടാം. കൊട പിടിച്ചോണ്ടാ പറ്റത്തുള്ളൂ. കൊട എടുക്കാൻ ആരും പറഞ്ഞില്ല. കൊട പിടിച്ചില്ലേ മഴ വന്ന ആകെ. ആയിക്കോട്ടെ. പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നതാണ്. കൈ വീശി നടക്കട്ടെ. പ്രീതിയാന്റെ പറയാ, അമ്മ ഇപ്പം കൊച്ചും അമ്മ ഒച്ചായിരുന്നു. മാങ്ങാപ്പഴം കിട്ടണേ. ഓട്ടോ സാറ് വരും. കൈയും വീശാൻ പറ്റത്തില്ല, കുറച്ചു നേരം ഈ കൈ വീശാം. അത് കഴിഞ്ഞ് അടുത്ത കൈ വീശാം. വെരി ഗുഡ്. അങ്ങനെയൊന്നും പറ്റത്തില്ല, രണ്ടും ഒരുമിച്ച് വീശണം. കുട അങ്ങനെ നടക്കണം. ഒരു കൈ 5 മിനിറ്റ് വീശിയിട്ട് അടുത്ത കൈ വീശാനൊന്നും പറ്റത്തില്ല. കുട ഇരിക്കട്ടെ. എന്നാൽ ഫോൺ ആ ബാഗ് വെച്ചേക്കാം. ഫോണിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് ഓണല്ലേ. അപ്പം നടക്കാൻ പോവാ. കച്ചമ്മ അവിടെ ഇരിപ്പുണ്ട്. പൂച്ച ഓടിയില്ല. കയറ്റം അങ്ങോട്ടൊക്കെ ഭയങ്കര കയറ്റമാണ്. കയറ്റമൊക്കെ എനിക്ക് പുല്ല. ആയിക്കോട്ടെ, ഷുവർ. ഭയങ്കര സിഗരറ്റ് വേണം. പിന്നെ 2 ദിവസം അങ്ങ് നടന്ന ഉടനെ വയറ് പറയും. പ്ലേസും നമ്മളെയും കൂടെ വരുന്ന പോലെ എക്സ്പ്ലോർ ചെയ്യും. പിന്നെ
ചാക്കസൊക്കെ ഒപ്പിച്ചേക്കണം. അതിനല്ലേ ഞാൻ തിരിച്ച് കാണിച്ചു. അതുകൊണ്ട് പിന്നെ നടക്കാൻ പോകുന്നു. എവിടെയെങ്കിലുമൊക്കെ പോകുന്നേ അവിടെ അങ്ങോട്ട് പോകും. പിന്നെ ചക്കയും പൊക്കിക്കൊണ്ട് അമ്മ നടക്കും. തിരിച്ചു വരുമ്പോ പിന്നെ അങ്ങ് വരെ കണ്ടോ മിഷം 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 മിഷാന്നയ്യോ എനിക്ക് കൊണ്ടങ്ങോട്ട് പഴിപ്പിച്ച് മുഴുവൻ പോവാ. ഷുഗർ വന്ന് ഡെഡ് ആകുമല്ലോ ചക്ക. അതിന് നടക്കുന്നുണ്ട്. പിന്നെ നടന്ന ഷുഗർ പറയുന്നു. അതാ അധികം പഴിപ്പിക്കാതെ എങ്ങനെ പഴപ്പിച്ചാലും ചക്ക തിന്നാ ചത്തു. പുളിപ്പിച്ച് തിന്നണം. ആരും കേൾക്കില്ല ചക്ക തിന്നാ ചത്തു പോകുന്നു. നവോദയ സ്കൂൾ കാണിച്ചു കൊടുക്കുക. ഇത് നവോദയ അല്ല, ഇത് സെൻട്രൽ സ്കൂൾ. ഞങ്ങളുടെ വീടിന്റെ വാതിക്കെ സെൻട്രൽ സ്കൂളാട്ടോ. സെൻട്രൽ സ്കൂൾ കേന്ദ്ര വിദ്യാലയം അത് തന്നെയാ. അറിയാൻ വരും എത്രയായിട്ട്. ഞങ്ങളുടെ വീടിന്റെ വാതിക്കെ കേന്ദ്രീയ വിദ്യാലയം സെൻട്രൽ സ്കൂൾ. ജഗതിയെ പോലെ പച്ചാളം ബാസി. പച്ചാളം ബാസി എങ്ങനെയാണ് നടക്കുന്നത്? എപ്പോഴും ഇങ്ങനെ മുടി ഇങ്ങനെ ഇടും മുമ്പോട്ട്. ജോജിയുടെ വീട് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും ജോജിയെ അറിയാം. ഞങ്ങൾ നടക്കാൻ കാണിച്ചു കൊടുത്തേ ജോജിയുടെ വീട്. ജോജിയുടെ വീട് എല്ലാവർക്കും അറിയാം. മേളിലെ ഇതോ അല്ലേ ബൈജുവിന്റെ? ബൈജു എന്തിയേ? ആണോ? വിളിക്കാവോ? വിളിക്കാണോ? ഓക്കെ. നമ്മുടെ വീട്ടിൽ വരുന്ന ജോജി ഇല്ലേ, ജോജിയുടെ അനിയൻ്റെയും വീടാ. ഇനി അടുത്ത നവോദയ സ്കൂളുണ്ട്, കാണിച്ചു തരാം. ഏറ്റവും വലിയ ഇവിടെ വേണ്ട, ഇതിലേ ഉണ്ട് കൈതമറ്റത്ത്. കേന്ദ്രീയ വിദ്യാലയം കൈതമറ്റത്തില്ല. കുളം ഇങ്ങനെ കുത്തിയാൽ പോകും. എൻ്റെ പുതിയ വീടാ, കാണിച്ചായിരുന്നേ? ഇല്ല. ആണോ? കാണാം. പിന്നെ നടക്കാൻ പോവാ. ഇത്രമാത്രം കുറയ്ക്കാൻ ഇവിടെ ഒരു അമ്പലമുണ്ട്, അറിയാം. എനിക്ക് ഏതായാലും കുളത്തിൽ പോയി കുളിക്കണം. കുളത്തിൽ ചാടി കുളിച്ചാലോ? ഇതൊരു അമ്പലമുണ്ട്, കാണിച്ചിട്ട്. ഇവിടെ എവിടെ അമ്പലം? കാണിച്ചു തരാം. മുന്നോട്ട് കിടിലം പള്ളി, ഏതോ ഒരു പള്ളി. കണ്ടു. വേണ്ട, നമുക്ക് ഈ മല വഴി കയറിയാലോ? പൊട്ടക്കണ്ടൊന്നുമല്ല. ആ മല വഴി കയറിയാലോ? കേറാം. ആണോ? ആ വഴിയല്ലേ? പുള്ളിക്കാരി ഓക്കെ, താങ്ക് യു.
നമുക്കറിയാത്ത സ്ഥലമായതുകൊണ്ട് അണ്ണമ്മ ഭയങ്കര ക്രിക്കറ്റ് കളി. ബോൾ അടിച്ചാലോ? ബാറ്റും ബോളും കൂടെ. വെരി ഗുഡ്. വാ. ഭയങ്കര സാധനം പിടിച്ചായിരുന്നത്. ക്രിക്കറ്റ് ബോൾ ഇല്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. രതീഷ്. ഓ ഇതുവഴിയാണോ? വാ പോ. ഫാൻസ് ഒക്കെ പുറകിൽ നിൽപ്പുണ്ട്. മഴ പെയ്യുമ്പോ പൊക്കോളും. എല്ലാം അഴുക്കല്ലേ? മഴ വരുമ്പം കൊറേ പോകും. ഓട് വെച്ചുണ്ടാക്കിയ വീട്. പിന്നെ മുള്ളി പിടിച്ചതല്ലേ? പിന്നെ പുള്ളി ആരാന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ മുഴുവൻ പണി കൊടുക്കും. യെസ്. ബാ നടക്ക്. ഒന്നാണ്ടാ ചേർക്കാനാണ് മനസ്സും കുത്തി വീണത്. മനസ്സും കുത്തി വീഴുന്നതിന് എങ്ങനെയാ പറഞ്ഞു? ഇല്ല. ഞങ്ങള് യൂട്യൂബ് ചെയ്യുന്ന നടക്കാൻ പോകുമ്പോ ചുമ്മാ പിടിക്കുകയാണ്. ജോമാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ജോമാസ് വേൾഡ്. മഴ മഴ മഴ. അയ്യോ മഴ. നനയാതെ. കയറ്റം തീർന്നു തോന്നുന്നു. തീർന്നു. മല മുകളിൽ. എടുത്തോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയോ എത്തും. അല്ല ഒന്നും ചെയ്യുന്നില്ല. കളത്തിപ്പടി വടവാതൂർ ആണോ? ഒത്തിരി പോണോ? അപ്പോൾ ഗായ്സ് ഞങ്ങൾ നടന്ന് മല മുകളിലെത്തി. ഇവിടെ ഞാനിപ്പോൾ എങ്ങനെ ചാടും? പച്ചത്തേനെ. അങ്ങോട്ട് പോവാം. പിന്നെ അല്ല അങ്ങോട്ട് പോവാം. അവിടെ വലിയ മലയാ. വേണ്ട നടക്ക്. നനയത്തൊന്നില്ല. അതൊക്കെ കാണിച്ച് മൂന്നാർ ബസ്സല്ലേ കാണിച്ച്. കുട്ടിക്കാനം മൂന്നാർ. ആ കെട്ടിടം കണ്ടോ? കുട്ടിക്കാനത്തെ കോളേജ് പോലെ ഇരിക്കുന്നു അല്ലേ? സൂം ചെയ്ത് കാണിച്ചേ. സൂം ഒന്നും ചെയ്യണ്ട. നീ മടിയനാ, ശരിക്കും വീഡിയോ എടുക്കത്തില്ല. നടക്ക്. ഇതൊക്കെ ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു 300 മീറ്റർ. പിന്നെ 300 മീറ്റർ. പിന്നെ എത്രയാ? അര കിലോമീറ്റർ ഉണ്ട്. 1/2 കിലോമീറ്റർ അപ്പൊ എത്രയാ? എനിക്കറിയത്തില്ല. ശരിയല്ലേ? വണ്ടി 500 മീറ്റർ അല്ലേ? അമ്മ ഇങ്ങനെ നിക്കാതെ നടക്കുക എന്നാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിന് നടക്കണം. നടക്കാം, പക്ഷെ നീ ഇതൊന്ന് ഞാൻ നനയത്തൊന്നും ഇല്ല. നീ നനയുന്ന ഫോണും പിന്നെ ഫോൺ വാട്ടർ പ്രൂഫാ. നടക്കാം അങ്ങോട്ട്. ഇവിടെ വന്നിക്ക് ഫോട്ടോ എടുക്കാം.
തിരി ഇങ്ങനെ. നടന്ന് മേളിൽ കയറിയപ്പോൾ ഹൊമ്പോ അയ്യോ തന്നെ രസാമേ. വേറെ എവിടെയും പോണ്ട, വടവാതൂര്. ഇല്ല അതുകൊണ്ട് ഇങ്ങോട്ട് കയറുക, അതുകൊണ്ട് അതുവഴി കയറുക, ഇതുവഴി കയറി വരാൻ. എന്നും ഇതിലേ വരാല്ലേ? അതെ, അടിപൊളിയായിരുന്നു. ഇതാരുടെ വീടാണ്? അതെ, ഫേമസ് ആരുടെയും വീടായിരിക്കും. ഭയങ്കര ചക്കത്തി മധുരം. ഇത് വടവാതൂർ സെമിനാരിയാണ്. ആണോ? വ്യൂ കഴിഞ്ഞു പോയല്ലോ. ഈ നിർത്ത് അടുത്തത് എടുക്കാം. ഇത് വടവാതൂർ സെമിനാരി, അപ്പോസ്തോലിക് സെമിനാരി, കാത്തലിക് സെമിനാരി. പറഞ്ഞോ, കേക്കാം. ഇത് വടവാതൂർ സെമിനാരി, കാത്തലിക് അപ്പോസ്തോലിക് സെമിനാരി, അച്ഛന്മാര് പഠിക്കുന്ന. ഈ സ്ഥലം അങ്ങ് മേടിച്ചാലോ? തമാര എല്ലാം അവിടെ നിന്ന് വെട്ടിക്കളയണം. ഈ സെമിനാരി നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ഫ്ലാറ്റ് ഇല്ലേ, അതാണോ ഇത്? അതിൻ്റെ അവിടുത്തെ വടവാതൂർ സെമിനാരിയാ. ഫ്ലാറ്റിൻ്റെ ബാക്കിൽ സെമിനാരി ഉണ്ടല്ലോ, അതായത് ഞങ്ങൾ ആദ്യം ഈ വഴി വരുന്നേ. ഒരു ചെറുക്കനെ കണ്ടത് നന്നായി, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഞാൻ പിന്നെ ഇവിടെ ആദ്യം വരുന്നതല്ലേ, എനിക്ക് ഞാൻ കാണാൻ നിൽക്കുന്നതാണ്. ഇരുട്ടി. വഴിയിലോട്ട് ചാടാൻ ഇനി ഒത്തിരി ഉണ്ടോ? വഴിയിലോട്ട് ചാടാൻ ഒത്തിരി ഉണ്ടോ? ആ, താങ്ക് യു. കാട്, മല ഇവിടെ അച്ഛന്മാര് ബാസ്കറ്റ് ബോൾ ഒക്കെ കളിക്കും. പണ്ട് എല്ലാവർക്കും പോയി കളിക്കാമായിരുന്നു അവരോടെ. താറാവ് എല്ലാം ഉണ്ട് ഇവിടെ. എന്നൊക്കെ ഉണ്ടെന്ന് അറിയാം. ചോദിച്ചാലും ഒരു താറാവിനെ തരാമോ? പെരുമ്പാമ്പോ? അങ്ങനെയൊക്കെ ഉണ്ടോ അവിടെ? പെരുമ്പാമ്പോ? എന്നാത്തിനാ പെരുമ്പാമ്പിനെ വളർത്തുന്നത്? കോഴി കൊറേ കണ്ടില്ലേ? അല്ലാണ്ട് താറാവ് താറാവ് ഉണ്ടെന്ന്. മീന്, കോഴി, താറാവ്, മുയല എല്ലാം ഉണ്ട്. റംബൂട്ടാൻ, കോഴിമുട്ട. ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിക്കും. അത് കുഞ്ഞാച്ചിപ്പേരപ്പനൊക്കെ വന്ന് മേടിക്കത്തില്ലേ? അതാ. പോർക്കുണ്ടോ? ഇരുട്ടത്ത് വരാൻ ഇതൊരു ഇച്ചിരി. പോർക്കുണ്ടോ? എല്ലാം ഉണ്ട്. ദുർഘടം പിടിച്ച വഴിയാ അല്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ ആർക്കും ഒറ്റയ്ക്ക് വരാനും പറ്റും. എനിക്ക് ഇതിന്റെ അപ്പുറം എന്നാന്നൊന്ന് കാണണം. നമുക്ക് ഈ കാടിക്കൂടെ കിട്ടും. താറാവ് വരാനും പറ്റത്തില്ല. കൊള്ളാലോ പരിപാടി. കുറേ ഉണ്ടല്ലേ? ഓ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാലോ താറാവിനെ. എല്ലാം ഉണ്ട്. എന്നാ നീ ഈ കൊതുകടി ഉള്ളാതെ പാൻറ് ഇട്ടോണ്ട്. കൊതുകടിയല്ലേ, ഞാൻ ആ കാട്ടിലോട്ട് കയറി ഇപ്പൊ ഒരു മുള്ളുള്ള സാധനത്തെ കണ്ടു. ഈ താറാവിനെ കാണിച്ചു കൊടുക്കും. ഭയങ്കര പരിപാടിയാണല്ലോ. ഇവിടെ കയറി കാണുകയൊക്കെ ചെയ്യായിരുന്നു. മനുഷ്യര് ഭയങ്കര ശല്യമായപ്പോഴാണ്. അമ്മയ്ക്ക് ഇവിടുത്തെ ആരെ അറിയത്തില്ലേ? ഇവിടുത്തെ ആരെ അറിയത്തില്ലേ? എനിക്കറിയത്തില്ല. ഈ റബ്ബർ തോട്ടത്തിന്റെ അറ്റം തന്നെ ആയിരിക്കും അമ്മ, അതുകൊണ്ടോ? അതല്ല, നമ്മളിവിടം വരെ എത്തിയോ? ചോയ്സ് സ്കൂൾ വരെയായോ? അതല്ല ഞാൻ ചോദിച്ചേ. എനിക്ക് ആ കാടിന്റെ അപ്പുറം എന്നാന്ന് നോക്കാം. അത് പോയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ നടന്നു വന്നത് വഴി AVG-കാരുടെ ബംഗ്ലാവാ ഈ സെമിനാരിയുടെ അപ്പുറം. ഞങ്ങളുടെ വീടിന്റെ വാതിക്കൽ AVG-കാരുടെ ബംഗ്ലാവ്. എന്നിട്ട് അവർ കുറേ സ്ഥലം വാതിക്കെ വിറ്റു. അതാണ് ഫ്ലാറ്റ് വെച്ചിരിക്കുന്നത്. ഇതന്നെ അത്. ഓ, സമയം കാണാൻ ഭയങ്കര ഒരു വീട് പോലത്തെ സംഭവം.
ട്രെയിനിങ് സെന്റർ. ആ അതാ അവിടെ. ഇല്ല ഇതന്നെതാ ആ സെമിനാരി. ആ അതാ സെമിനാരി. ഇതിന്റെ അതന്നെ അത്. ഇതിലെ അകത്തോട്ട് കേറി അപ്പുറത്തോട്ട് കണ്ട ആൾക്കാര്. എനിക്ക് പോണം. ബാ ചോദിക്കാൻ കേറ്റുവോന്ന്. ഇത് ചോദിക്കാം. ബാ നീ പോയി യൂട്യൂബേഴ്സ് ആന്ന് പറയാം. ബാ 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 വേണ്ട ബാ. ചോദിച്ചിട്ട് വാ. ഇതന്നെ ഇത് റാംകോം സൊല്യൂഷൻ. റാംകോം ഇതന്നെ ഭയങ്കര പരിപാടി. നമ്മളറിഞ്ഞില്ലല്ലോ. ഇവിടെ വല്ല പണിയും കിട്ടുമോടാ? ഓ പിന്നെ വീട്ടിൽ നിന്ന് നടന്നു വന്നാൽ മതി. അങ്ങനെ പരിപാടിയാണ്. ബാ ഒന്ന് വരാവോ? പാരസ്ത്യ വിദ്യാപീഠം. ഇവിടെ ഇപ്പൊ ആൾക്കാരെയൊക്കെ കയറ്റുവോ? ആൾക്കാരെ ഞാൻ ഇടയ്ക്ക് ഒക്കെ ഇങ്ങനെ കയറ്റും. ഇടയ്ക്ക് എന്നാ ചെയ്യണം, കണ്ടിട്ടൊക്കെ പോവാം. ഫോട്ടോ ഒന്നും എടുക്കാനൊക്കെ സമ്മതിക്കും. ആ ഞാൻ എവിടുന്ന വരുന്നത്? ഞാൻ ഇവിടെ തൊട്ട് താഴെ. ഇങ്ങനെ അച്ഛനോട് ചോദിച്ചിട്ടൊക്കെ ചെയ്യുക. ആ അച്ഛനെവിടാ? തന്നെ വന്നിങ്ങനെ എടുക്കാൻ പോയാൽ സമ്മതിക്കും. ഞാൻ ഒരു ദിവസം ചോദിച്ചിട്ട് വരും. അച്ഛനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചേക്കണം. യെസ് ഒരു ദിവസം ചോദിച്ചിട്ട് വരും. വരുന്നെങ്കിൽ അച്ഛനോട് ചോദിച്ചിട്ട് അതെ ചെയ്തെന്ന് പറഞ്ഞാൽ അച്ഛനും സമ്മതിക്കും. ഓക്കെ ഓക്കെ യെസ് മനസ്സിലായോ? യെസ്. ഒരു കാര്യം അച്ഛനോട് ചോദിച്ചിട്ട് സമ്മതിക്കും. അച്ഛൻ സമ്മതിക്കും. അച്ഛനെയോ? അച്ഛനെ പരിചയപ്പെട്ടു ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പോയി നോക്കി അവിടെ ഉണ്ടോ. മൃഗങ്ങളൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. ഇപ്പം കുറവല്ല. അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ സമ്മതിക്കും. ഫുട്ബോളൊക്കെയോ? അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. ബ്രദർമാരെ ബ്രദർമാരുടെ അച്ഛനാ പഠിക്കാനുള്ള പിള്ളേരുണ്ടല്ലോ. അവർ പഠിക്കാനുള്ള നേരമുണ്ട്. ഇതൊക്കെ അച്ഛന്മാരാണ്. പിള്ളേരാ അച്ഛനെ പോയി കാണും. വേണ്ട അത് അതാമേ. അതെ തേനീച്ചയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തേനീച്ച എന്തെല്ലാം ഇവിടെ ഔഷധങ്ങൾ അല്ല എന്തെല്ലാം ഇവിടെ വിൽക്കാനുണ്ടെന്ന് ചോദിക്കാം. പിന്നെ അതൊന്നും ചോദിക്കരുത്. തേനുണ്ടോ വെച്ച തേനുണ്ടേ മേടിക്കും. അതെ അച്ഛനെ പരിചയപ്പെടാം. തേനുണ്ടോ ഇതൊക്കെ ഇട്ടുകൊണ്ട് അച്ഛൻ്റെ അടുക്കലോട്ട്. അച്ഛനെങ്ങാനും പറഞ്ഞാലും ഞാനിവിടെ അച്ഛനാണോ ഒന്ന് ഞാൻ ഓടും. അന്ന് ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ആണല്ലേ? അച്ഛ എനിക്കൊരു ചക്ക വേണം. ആദ്യം അച്ഛനെ കാണാം. അങ്ങനെ ഷട്ടിൽ കളിക്കാനുള്ള സാധനമൊക്കെ ഫുള്ള് കാണിച്ചേ. പിന്നെ ഞാൻ പിന്നെ എന്നെ കാണിക്കുന്നത്. ആ അച്ഛൻ്റെ കാറ്. സെമിനാരി കൊള്ളാല്ലേ? കൊള്ളാല്ലേ? ഇവിടെ അല്ല ഇല്ല അച്ഛനുണ്ടോന്ന് ചോദിക്കും. അനൂപ് അച്ഛൻ. അച്ഛൻ ചിലപ്പോൾ മോഹയായിരിക്കില്ല. എന്തായാലും വലിയ വീട്ടിൽ അങ്ങോട്ട് നടക്കാം. ഏതാ അച്ഛൻ്റെ വീട്? അച്ഛൻ്റെ ഞാൻ ഇതിൻ്റെ അകം ആദ്യമായിട്ടാണ് കാണുന്നത്.
നമുക്ക് അച്ഛനെ കോളിംഗ് ബെല്ലടിക്കും. ജോമാസ് വേൾഡ് അല്ലേ? അപ്പോസ്ട്രോഫിയസ് ജോമ. ജോമ അപ്പോസ്ട്രോഫിയസ് അല്ലേ? ജോമാസ് വേൾഡ്. അപ്പൊ അങ്ങനെ ഞങ്ങളിപ്പോ താഴെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചെന്ന് പറഞ്ഞു, ഇതിലെ അങ്ങനെ ആരെയും ഇപ്പൊ വിടാറില്ല. അപ്പൊ അച്ഛനോട് ചോദിച്ചാൽ ജോമാസ് കിട്ടുന്നില്ലോ. JOMA നീ ഏതടിച്ചാ സെർച്ച് കൊടുത്താൽ സെർച്ച് കൊടുത്താൽ മതി. ഏതാ പ്രധാനമായിട്ടും ഇങ്ങനെ ട്രാവൽ ബ്ലോഗ്, കുക്കിംഗ്. ഇതാണോ? സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു. വ്യൂ ചാനൽ നോക്കട്ടെ. ഏതായാലും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത്. ഇവിടെ കുർബാനയുണ്ടോ അന്നേരം? ഇവിടെ കുർബാനയുണ്ട് എല്ലാ ദിവസവും. ഞാൻ കത്തോലിക്കത്തിയാ. ആണോ? ഹസ്ബൻഡ് മർത്തോമയാ. എവിടെയാ? ഞാൻ ഗുഡ്ഷപ്പേഡ് ചർച്ച്. ഗുഡ്ഷപ്പേഡ്. അവിടെ എന്റെ വീട്. മൂന്നാറിൽ പോയതിന്റെ ഒക്കെ ഉണ്ടല്ലോ. അല്ല, മൂന്നാറല്ലായിരുന്നു, അപ്പുറത്ത്. ചുമ്മാ ഇങ്ങനെ ക്യാപ്ഷൻ കൊടുക്കുമ്പോ നമ്മൾ അങ്ങനെ ഓരോന്നൊക്കെ കൊടുത്താലേ എടുത്ത് കാണത്തുള്ളല്ലോ. ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇതിന്റെ അകത്ത്. എന്നതാ? ഇതെനിക്ക് മോൻ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നാ കഴിഞ്ഞ ദിവസം. വെരി ഗുഡ്. അച്ഛന്റെ പേരെന്തോ? എന്റെ പേര് സിറിയക്ക്. ഞാൻ ഈ നാട്ടുകാരനാണ്. ആണോ? ഞാൻ സാധാരണ ഇവിടുത്തെ ഈ അയൽവക്കക്കാരുമായിട്ടൊക്കെയുള്ള ബന്ധം സ്ഥാപിക്കുന്ന ആള് ഞാനാണ്. നമ്മുടെ ഈ തൊട്ട് വാതിക്കെ ഉള്ള വീട്. അപ്പം ഇവിടെ ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒക്കെ നടക്കണം. പിള്ളേർ 1-ാം തീയതി മുതൽ പിള്ളേർ വരും. പിള്ളേർ വന്നു കഴിയുമ്പോഴത്തേനും 5:30-ക്ക് ശേഷം. 5:30 അപ്പൊ അവരോട് കളിക്കാൻ പറ്റുമോ? ഇല്ല, 5:30-ക്ക് ശേഷമാണ് പിള്ളേരുടെ കൂടെ നമ്മൾ കളിപ്പിക്കത്തില്ല. ഇപ്പം പുറത്തുനിന്നുള്ള കുറച്ച് പിള്ളേരെ ഇവിടെ അത് പിള്ളേരില്ലാത്തതുകൊണ്ട് അല്ലാത്ത സമയത്തൊക്കെ വന്ന് അവരോട് മിണ്ടാനൊക്കെ പറ്റുമോ? പിന്നെ അവരോട് മിണ്ടാനോ അച്ഛന്മാരോട് പിന്നെ ഞങ്ങളോടൊക്കെ മിണ്ടുന്നത് ഇപ്പൊ ഞങ്ങളോടൊക്കെ മിണ്ടുന്നതിന് ഇപ്പൊ എന്നാ. അപ്പൊ ഞങ്ങള് നടക്കാൻ പോകുമ്പോ 5:30-ക്ക് ശേഷം. പിന്നെ 5:30-ക്ക് ശേഷം പിന്നെ അവര് കാണിച്ചു തരുമല്ലോ നമ്മളെ മറ്റേ ആ മൃഗങ്ങളുള്ളവിടെ. കാണിച്ചു തരാവുന്നില്ല. നിങ്ങളിങ്ങനെ പോയി കാണുമ്പോൾ ആരെങ്കിലും ആ സമയത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഓരോ മൃഗങ്ങളും ഓരോ മുറികളിലാന്നേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ താറാവുണ്ടായിരുന്നു. ഇവിടെ ചേട്ടൻ വന്ന് ഇവിടുന്ന് വാങ്ങിക്കൂ. കോഴിമുട്ട, കോഴി ഒക്കെ വാങ്ങിക്കും. താറാവ് ഒരു 10,500 താറാവ്. പന്നിയുണ്ടോ? പന്നിയൊക്കെ ഉണ്ട്. വിൽക്കാനും ഉണ്ടോ ഇറച്ചി? ഇല്ല, അങ്ങനെ ഇല്ല. ഇവിടെ തേൻ വിൽക്കാനുണ്ടോ? തേനൊക്കെ ഉണ്ടായി തീർന്നു. അതിനാ തീർന്നു. തേനൊക്കെ ഉണ്ട്. ഹസ്ബൻഡ് എന്നാ ജോലി? ഖത്തറില. എത്ര മക്കൾ? എത്ര? 2 പേര്. 2 ആൺപിള്ളേർ. മൂത്തയാള് മൗറീഷ്യസിൽ മാസ്റ്റേഴ്സ് പഠിക്കും. മൗറീഷ്യസിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടല്ലോ. നമ്പർ തരാം. പിന്നില്ലേ, ഞാൻ മൗറീഷ്യസിലെ ഫ്രണ്ടിനെ ആദ്യം നോക്കട്ടെ. ഒന്ന് പറഞ്ഞേക്കണം. ഞാനും നമ്പർ തരാം മോന്റെ. നോക്കട്ടെ, അവളോട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചു നോക്കാം. Lui adesso sta in Mauritius, vicino alla casa di presidente. Quindi io posso dare il suo numero, quindi se qualcuno se lui vuole qualcosa bisogno di chiamarti, posso dare il tuo numero? Mi rispondi per favore, grazie. മെസ്സേജ് അവളെ എടുക്കുന്നില്ല. എന്റെ ഫ്രണ്ടാ. ഭാഷ അത് അവിടുത്തെ ഭാഷ. അവരെന്നാ പഠിക്കുന്നത്? മാസ്റ്റേഴ്സിനാ പഠിക്കുന്നത്? MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ. അച്ഛന്റെ നമ്പർ എന്റെ പേര് 8301. അപ്പൊ കൊറേ ഭാഷ അറിയാമോ മോനെ? കാത്തലിക്കിന് അങ്ങനെ അച്ഛന്മാർക്ക് എല്ലാം അറിയാം. 8301. അച്ഛനെ കാണുമ്പോ എന്നോട് ഇവിടെ അച്ഛനാകാൻ പറയുമോ? ഞങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ ഭാഷ പഠിക്കണോടാ. ഞാൻ ബൈബിളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹീബ്രു, ഗ്രീക്ക്, സുറിയാനി, അക്കാഡിയൻ, ജർമ്മൻ, ഫ്രഞ്ച്, ലാറ്റിൻ ഒക്കെ പഠിക്കും. എന്നാ വെച്ചാൽ നമുക്ക് ഈ കാത്തലിക്കിന് 73
പുസ്തകങ്ങളും ബാക്കി ബൈബിളിൽ 66 അങ്ങനെ 7 പുസ്തകങ്ങൾ നമുക്ക് ഡ്യൂട്രോ കാനോനിക്കൽ ഗ്രന്ഥങ്ങൾ എന്നാണ്, സെക്കൻഡ് കാനോനിക്കൽ ഗ്രന്ഥങ്ങൾ. 7 പുസ്തകങ്ങൾ പിന്നീടാണ് നമുക്ക് അത് അനുവദിച്ചു തന്നിരിക്കുന്നത്. അതെല്ലാം ഓരോ ആ കാലഘട്ടത്തിലെ ചരിത്രവും സംഭവങ്ങളും ഒക്കെയാണ്. പ്രത്യേകിച്ച് തോബിത്ത്, ജൂദിത്ത്, പ്രഭാഷകന്, ബാറൂക്ക്, ജ്ഞാനത്തിന്റെ പുസ്തകം, 1-2 മക്കബായയുടെ പുസ്തകം, ഇങ്ങനെ 7 പുസ്തകങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പൊ അത് മറ്റു പുസ്തകങ്ങളിൽ ബന്ധുക്കോസ്തുകാരുടെ പുസ്തകങ്ങളൊന്നും കാണത്തില്ല. ജാക്കോബൈറ്റ് എല്ലാവർക്കും ഈ സെയിം. അതെ. പിന്നീട് അനുവദിച്ചല്ലേ? അപ്പൊ അത് കാത്തലിക് മാത്രമേ ഏറ്റെടുത്തുള്ളൂ. അതെ, കാത്തലിക് ബൈബിളിലെ കാണും. ഫാദറിന്റെ പേര് സിറിയക്. നീ ഇതും നടക്കുകയല്ലേ? അവധിയല്ലേ? +2 കഴിഞ്ഞേ ഉള്ളൂ. ജയിച്ചോ? അതുപോലെ അച്ഛാ മാതാവിന്റെ ഫാദറിന്റെ പേരാണോ അതൊക്കെ? ഞാനത് എപ്പോഴും പറയുന്ന യഹോവയാക്കി അല്ലേ? ബൈബിളിൽ എവിടെ കിടക്കുന്നത്? ഒരു മിനിറ്റ്, ഞാൻ നിന്റെ പിന്നെ ആളിന്റെ നമ്പർ നോക്കുകയായിരുന്നു. സെബാസ്റ്റിന്റെ നമ്പർ നീതിയും പറഞ്ഞു. പിടിക്കുന്നുണ്ടോ? ഇല്ല, വേറൊരാളെ വിളിച്ചു നോക്കട്ടെ. നിന്റെ പിന്നെ മാനേജർ എന്റെ വലിയ സുഹൃത്താ, ഭയങ്കര സുഹൃത്താ. ജോജോ വാച്ച്. നമ്പർ ഉണ്ടോ കയ്യില് പുള്ളിയുടെ? സാറിന്റെ അമ്മയുടെ ഈ കാണുമായിരിക്കും. എടാ ജോജോ വാച്ച് ഹൗസിലെ നമ്മുടെ പിന്നെ നേര്യംപറമ്പന്റെ നമ്പർ നീങ്ങുന്നേ. നേര്യംപറമ്പന്റെ ലൈഫ് പാല് നടത്തുന്ന നേര്യംപറമ്പില്ലേ? നമുക്ക് ശരി, ഇല്ലെങ്കിൽ വേണ്ട, കോട്ടെ. ഓക്കെ. അവനോട് ചോദിച്ചാൽ മതി. ആണോ? ഓക്കെ, ശരി. ഓക്കെ. വൈഫിന്റെ ഉണ്ട്. വൈഫിനെ വിളിച്ചു തരാവേ. വൈഫിനെ വിളിച്ചിട്ടേ മാനേജർ ഉണ്ടോന്ന് നോക്ക്. ഇതിപ്പോ ഞാൻ അച്ഛനെ മിസ്ഡ് കോൾ വിട്ടു. ഓ. എന്റെ പേര് ജോമയാണ്. ജോമ. ഓക്കെ. വൈഫിനെ വിളിച്ചു നോക്കി നമ്പർ ചോദിക്കണോ അതോ സെബാസ്റ്റ്യൻ സാറിന്റെ? അല്ല, ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാൻ പറഞ്ഞാൽ മതി. അച്ഛൻ വിളിക്കുന്നു പറഞ്ഞാൽ മതി. നിന്റെ പേരിനെ യോവാക്യം അല്ലേ? ആരൺ യോയാക്യം മാത്യു. ആരൺ. ഇതാണ് അനൂപച്ചൻ. അവിടെ ഞങ്ങൾ ഒരുപോലല്ലേ? തിരക്കിലായിരിക്കും. അല്ല, ചാടി എടുക്കുന്ന മെറീന മാമിന്റെ നമ്പർ വേണം വൈഫിന്റെ. ഞാൻ ഇവിടെ അവർക്കൊരു വീടുണ്ടായിരുന്നു. ഈ ആനത്താൻ വളവിനകത്ത് ഇപ്പോഴും അവിടെ തന്നെയാ താമസിക്കുന്നത്. പിന്നെ ആ വീട്ടിലെ കല്ലിട്ടും വെഞ്ചരിച്ചൊക്കെ ഞാൻ. ആണോ? ഞങ്ങള് അതെ യൂട്യൂബറാ. ഈ താഴെ വീട്ടിൽ താമസിക്കുന്ന. അപ്പൊ വാദിക്കാൻ ചോദിച്ചപ്പോ അച്ഛന്റെ പേരാ പറഞ്ഞു. ഞങ്ങള് വന്ന് അന്വേഷിച്ചപ്പോ പറഞ്ഞു അച്ഛനെ പോലെ ഇരിക്കുന്ന ഒരു അച്ഛനെ. ജോമ. ആരൺ. അതിലെ താഴെ കൂടെ വന്നിട്ടുണ്ടോ? ഫ്ലാറ്റിന്റെ വാതിക്കെ കൂടെ? നമ്മുടെ ട്രെയിൻ ഫ്ലാറ്റ് ഇല്ല. നമ്മള് എംഒസിക്ക് പോകുമ്പോഴത്തേക്ക് ട്രെയിൻ ഫ്ലാറ്റ് കാണത്തില്ല. നമ്മുടെ അതിന്റെ ഓപ്പോസിറ്റ് ഒരു റബ്ബർ തോട്ടമല്ലേ, അതിനകത്തിരിക്കുന്ന പച്ച പെയിന്റ് അടിച്ച വീടാ. റേഷൻ കടയുടെ ഒക്കെ റേഷൻ കട കഴിഞ്ഞ് മുന്നോട്ട് ആനത്താനത്തിനുള്ള വഴി മുന്നോട്ട് വരുമ്പോ ലെഫ്റ്റിലാണല്ലേ റബ്ബർ തോട്ടം, അതിനകത്തിരിക്കുന്നത്. ശരി. ആരന്റെ പിന്നെ പേര് എവിടുന്ന വരുന്നറിയാമോ? മോശയുടെ
മോശയുടെ അതുപോലെ മൂത്തവൻ ആശേറ, യാക്കോബിന്റെ ആഷേറല്ല അഷേർ. ആശേർ. ആഷേറല്ല അഷേർ. ഓ അങ്ങനെയല്ലേ. അഷേർ. കുര്യച്ചൻ പറയുന്നത് ശരി. മലയാളത്തിൽ ആശേർ എന്നാ കൊടുത്തിരിക്കുന്ന ബൈബിൾ അത് ബൈബിളിൽ കൊടുത്തേക്കുന്നത്, പക്ഷെ അഷേറാണ്. ആണല്ലേ. പിന്നെ അശൂർ ഉണ്ട്. അഷൂർ അസീറിയ, അസീറിയക്ക് പറയുന്ന പേരാണ് അഷൂർ. ഈ യാക്കോബിന്റെ യാക്കോബിന്റെ ബീല എന്ന് പറയുന്ന പിന്നെ ഉപനാരിയിൽ നിന്നുണ്ടായ മോനാണ് ആഷേർ. ആശേർ ഗോത്രമൊക്കെ. അഷേർ ഗോത്രം എവിടെ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇസ്രായേലാണെങ്കിൽ ഇസ്രായേലിന്റെ ഇങ്ങേ അറ്റത്താണ് അഷേർ ഗോത്രം കിടക്കുന്നത്. അതിന്റെ തൊട്ടടുത്താണ് ദാൻ ഗോത്രം കിടക്കുന്നത്. ബൈബിളിന്റെ പുറകിലെ ആ മാപ്പിനകത്ത് അല്ല അല്ല അഷേർ യൂദായുടെ ഉപനാരിയുടെ മകന്റെ പേരാണ് അഷേർ. വേറൊരു ഉപനാരിയുടെ പേരാണ് ദാൻ. വേറൊരു ഉപനാരിയുടെ പേരാണ് ഇസാക്കർ. റൂബൻ വേറെ, ലേയയുടെ മോൻ ഇസാക്കർ. വേറൊരു ഉപനാരിയുടെ പേരാണ് ഗാദ്. അങ്ങനെ 4 പേര്. ബൈബിളാ പഠിപ്പിക്കുന്നത്. ഓ ചുമ്മാ. അവ എത്ര വർഷമായി ഇങ്ങനെ പഠിപ്പിക്കാൻ? ഇവിടെ പഠിക്കാൻ പേരുന്നൊരു 11 വർഷമായി. 11 വർഷമായി. അപ്പൊ ഇവിടെ തന്നെയാ നിക്കുന്നേ? എന്നാ ചെയ്യാൻ. അടിപൊളിയാടാ. നല്ല വ്യായാമം, നല്ല വിശ്രമം, നല്ല ഭക്ഷണം. പക്ഷെങ്കിൽ ഈ ജോലി, ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അതാണ്. അടിപൊളിയാ. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞു, കന്യാസ്ത്രീ ആകാൻ വീട്ടിൽ പറഞ്ഞതാ. പോയാൽ മതിയായിരുന്നു, സുഖമായിട്ട് കഴിക്കുക, ഉറങ്ങുക, പിന്നെ അവരുടെ കിച്ചണിൽ ഒന്ന് പണിയുകയോ അല്ലെ പശുക്കൂട്ടിലൊന്ന് കഴിയുകയോ ഒക്കെ ചെയ്താൽ മതി. പരസ്പരമുള്ള അടി ഉണ്ടാക്കണം. അതാണ്. മുണ്ടക്കയത്ത് സെന്റ് ജോസഫ്സ് ഞാൻ പോയതാ. 10 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് വെച്ച് ഇങ്ങനെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കന്യാസ്ത്രീകൾ അടി പിടിക്കുമെന്ന്. അതോടെ നമ്മൾ പറഞ്ഞു വേണ്ട. അടിയൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ. കത്തോലിക്കായിരുന്നു. എവിടെയായിരുന്നു? ഗുഡ്ഷപ്പേഡ് ചർച്ച്, പോപ്പ് വന്ന പള്ളി. ഗുഡ്ഷപ്പേഡ്. അപ്പൊ വീട് എവിടെയാ? കഞ്ഞിക്കുഴിയില്. ഞങ്ങൾ പള്ളിയിൽ അച്ഛനോട് സംസാരിച്ചു. സെമിനാരിയിലെ ഇംഗ്ലീഷ് ബൈബിള് പഠിപ്പിക്കുന്ന അച്ഛൻ ഫാദർ സിറിയക്ക് നമ്പരൊക്കെ തന്നു. അപ്പോഴാണ് മൗറീഷ്യസിൽ അച്ഛനൊരു ഫ്രണ്ടുണ്ട്, മൗറീഷ്യൻ, ആ നാട്ടുകാരിയാന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എടുക്കുന്നില്ല. അന്നേരം പിന്നെ എന്തായാലും മെസ്സേജ് അയച്ചു അവർക്ക്. അതെന്നാന്നറിയാം, ഫ്രഞ്ചിലായി പറഞ്ഞു. ഫ്രഞ്ചല്ലേ, ഗ്രാസിയ സ്പാനിഷ് ആണോ? ഗ്രാസിയാസ്. അപ്പം കണ്ടു പിന്നെ സന്തോഷമായിരുന്നു. സിറിയക്കച്ചനോട് ഒത്തിരി പറഞ്ഞു. എന്നിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങള് അടിച്ചു പൊളിച്ച്. അയ്യോ കുറേ നേരം പറയണ്ടായിരുന്നു അല്ലേ. അന്നേരം ഒരു പിതാവ് വിളിച്ച അച്ഛനെ, ബിഷപ്പ്. അത് കാരണം ഞങ്ങളിങ്ങ് പോകുന്നു. ഒത്തിരി നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞു. ഇവിടെ ഇനി ഞങ്ങൾ 1-ാം തീയതി തൊട്ട് നടക്കാൻ വരുമ്പം പൊക്കി പിടിച്ച് നടക്കാൻ വരുമ്പോൾ നല്ല ബാക്കിലൊക്കെ എല്ലാം തന്നിട്ടുള്ളൂ. 1-ാം തീയതി തൊട്ട് നടക്കാൻ വരുമ്പോൾ അച്ചമ്പട്ടം പഠിക്കുന്ന പിള്ളേർക്ക് 1-ാം തീയതി തൊട്ട് ഇവിടെ വരണം. ക്ലാസ് തുടങ്ങുന്ന നേരം ഞങ്ങൾ അവരോടൊക്കെ നമുക്ക് മിണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അതുവഴിയൊക്കെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കുഞ്ഞ് ഹാപ്പിയായോ? നല്ല എക്സ്പീരിയൻസ് ആയിട്ടില്ലായിരുന്നു കാത്തലിക് അച്ഛന്മാരുമായിട്ട്. നല്ല രസമാണ്, നല്ല സ്നേഹം, നല്ല സംസാരം. പൊക്കി പിടിച്ചേ നല്ല കണ്ടോ. ഇപ്പോൾ കണ്ടോ, അങ്ങനെ വേണം. ഇല്ല, നമ്മളെ മാത്രം ഇങ്ങനെ ഫോക്കസ് ആവും. അതിനാണ് ദേ ഇങ്ങനെയല്ലേ പിടിക്കുന്നത്. ഈ കാണിച്ചു തരാം. ഈ യൂട്യൂബർമാരുടെ കൈ എപ്പോഴും സെൽഫി എടുത്ത് പിടിച്ചോണ്ട് പോകുമ്പോൾ കാണാൻ പറ്റും കൈ ഇങ്ങനെ നീണ്ടിരിക്കും. തല മാത്രം കാണിക്കാൻ എപ്പോഴും നീണ്ട അവര് പിടിക്കുന്ന കൈ നമ്മളെങ്ങോട്ട് നടക്കും, നീണ്ടിരിക്കുക. നമുക്ക് അതുവഴി വടവാതൂര് പോകാല്ലേ. മാതാമ്പടി എനിക്ക് ബജ്ജിയും ചായയും മേടിച്ച. പോടാ. ഒരു ബജ്ജി ഒരു ചായ. നടക്കാൻ പോയിട്ട് ബജ്ജി കഴിച്ചാ എന്തോ 24 രൂപയുള്ളൂ. എന്തോ ഗുണം. എന്നാ ഗുണമൊന്നു? എണ്ണയല്ലേ എന്നത്. ഞാനും കഴിക്കുന്നതിന് കുഴപ്പമില്ല. എനിക്ക് ഇതൊക്കെ നല്ലതാ. അമ്മയ്ക്ക് നല്ലതല്ലാത്തവർക്കും പ്രശ്നം. പിന്നെ എനിക്ക് ഹൈ കാറ്റബോളിസം ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹൈ മെറ്റബോളിസം ആണ്. ഇഷ്ടപ്പെട്ടു എനിക്ക്. ഹൈ മെറ്റബോളിസം സംസാരിച്ചപ്പോ പൊക്കിപ്പിടി. ഇതിക്കുള്ള പൊക്കാനൊന്നും പറ്റത്തില്ല എനിക്ക്. ഇങ്ങനെ നീക്കിപ്പിടി പറ്റത്തില്ല.
അങ്ങോട്ടൊന്ന് നീട്ടി പിടിച്ച് കൈ ഒന്ന് നീട്ടി. ഇത്ര പഠിത്തുള്ളൂ. ഞാൻ പറയുന്ന പോലെ നീട്ടി. എന്റെ പൊന്നമ്മ എന്നതാ ഇങ്ങനെ പിടിച്ചോണ്ടാണോ നടക്കുന്നേ? പൊക്കിയല്ല, ആ ഇങ്ങനെ നീട്ടി. അങ്ങനെ നീട്ടാൻ ഇപ്പൊ പറ്റത്തില്ല. ഇത്ര നീട്ടാൻ പറ്റത്തുള്ളൂ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞങ്ങളുടെ കത്തോലിക്ക അച്ഛന്മാരുടെ ഒക്കെ ആ ഒരു ഇതുണ്ട്, സംസാരം. എല്ലാ ഭാഷയും അറിയാം, എല്ലാ ഭാഷയും. എന്ത് ഭാഷ പറഞ്ഞു? അയ്യോ, ഇംഗ്ലീഷ് അറിയാം. സ്കൂൾ അവധിയാണോ? സ്കൂൾ അവധിയാ. ഇപ്പൊ എത്ര വരെ ഉണ്ട് ഇവിടെ? ഇപ്പൊ 2ാം ക്ലാസ് വരെ. ആണോ? എത്ര പിള്ളേരുണ്ട്? ഇപ്പൊ ഒരു 67 പിള്ളേരോളം. അത്ര ആയല്ലേ? അത്രയായി. ഇവിടെ ജോലി വല്ല കിട്ടുമോ? ഇവിടെ ടീച്ചറായിട്ട്. ഓഫീസിൽ ടീച്ചറായിട്ട് കയറാൻ പറ്റും. ടീച്ചറാകുന്നതിന് എന്തോ ക്വാളിഫിക്കേഷൻ? അത് നമ്മുടെ ഈ മറ്റേ അതിന് പറയുന്നത് സോറി, മോണ്ടിസോറി. ഞാൻ പ്ലേ സ്കൂൾ നടത്തിയതാ. ആണോ? നാളെ ഒന്ന് വരാമോ? നോക്കട്ടെ, ഓഫീസിലുണ്ടോ? ആ, ഓഫീസിൽ ആളുണ്ട്. അപ്ലൈ ചെയ്ത്. ടീച്ചർ ഓഫീസിലാണ് പിന്നെയും നല്ലത്. അത് ഒരാളെ എടുത്തു പോയായിരുന്നു. ആണോ? അഡ്മിനിസ്ട്രേറ്റീവായിട്ട് എടുത്തായിരുന്നു. ആണോ? ആ കാര്യം ഇപ്പൊ എന്നോട് പറ്റി ചോദിക്കുമായിരുന്നു. പുള്ളിക്കാരി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു, പുതിയ ആള് വന്നത്. ആണോ? ആ, അപ്പൊ ഞാൻ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരി ഇടയ്ക്ക് ഇവിടെ താൽക്കാലികമായിട്ട് വന്നതാണ്. വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇതായി. ഞാൻ നോക്കട്ടെ, നാളെ ഇറങ്ങാവുന്ന. 10 മണിക്ക് തുറക്കുമോ? 10 മണിക്കല്ല, 9 മണിയാകുമ്പോഴേ ആളാണ്. ആ, ഓ, ഓഫീസ് എപ്പോഴും ഉണ്ടല്ലേ? ഓഫീസുണ്ട്. വൈകുന്നേരം എപ്പോഴും അടയ്ക്കുന്നത്? വൈകുന്നേരം 5 മണി. ആ, അപ്പൊ അതിന് മുമ്പ് നടക്കാൻ വരുമ്പോ ഞാനൊന്ന്. രാവിലെ അല്ല, വൈകുന്നേരം. വൈകുന്നേരം എന്നാന്നറിയോ, പുള്ളിക്കാരി 2 മണിയൊക്കെ ആകുമ്പോൾ പോകും. ഓണറോ? അല്ല, ഇൻചാർജ്. 21-ാം തീയതി ടീച്ചേഴ്സ് വരാൻ തുടങ്ങും. അവർ അന്ന് വൈകുന്നേരം വരും. വൈകുന്നേരം വരെ ഉണ്ട്. അന്നേരത്തേനും ഒന്ന് വിളിച്ചേക്കാൻ മതി. ഇതിലും ഇങ്ങനെ ഇറങ്ങി മറ്റേ വില്ലായിക്കകത്ത് പോകത്തില്ല? വില്ലായിക്കകത്ത് പോകാം, നമുക്ക് നടക്കാം. പക്ഷെ ഇതാണ് മറ്റേ വണ്ടി വിടത്തില്ല. അവ എന്നാന്നറിയാം, അവിടെ ഡോക്ടറുണ്ട്, പുള്ളിക്കാരി. അവിടെ കിടന്ന് ഞാൻ കല്ലും മണ്ണും ഒക്കെ ഒരു രാവിലെ 10 മണിക്കല്ലേ? നീ ഒന്നും എഴുന്നേൽക്കത്തില്ല. നീ ഒന്ന് വരുവായിരുന്നെങ്കിൽ, ഞാനാണിക്കാൻ ഇന്റർവ്യൂക്ക് എൻ്റെ കൂടെ ഒന്ന് വരുവായിരുന്നെങ്കിൽ. ഞാൻ പറയാം, എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, എക്സ്പീരിയൻസ് ഉണ്ട്. അമ്മ പണ്ടങ്ങ് മര്യാദക്ക് മെറീന മാം പിന്നെ പറഞ്ഞപ്പം നമ്മുടെ സ്കൂളിൽ അങ്ങ് കയറിയാൻ പറ്റി. പിന്നെ എന്നിട്ട് പിറ്റേ മാസം പിരിച്ചുവിടാം. അങ്ങനെയൊന്നും ഇല്ല അവിടെ. പിന്നെ അവിടെ ഉള്ള എല്ലാ ടീച്ചർമാരും അങ്ങനെയൊക്കെ തന്നെയാണ് പണ്ട് മുതൽ നിൽക്കുന്ന. അമ്മയൊക്കെ സുഖമായിട്ട് എത്ര നാൾ വേണമല്ലോ അവിടെ നിൽക്കായിരുന്നു. എനിക്ക് ബസ്സിൽ പോകുന്നതിനോ തൂക്കുന്നതിനോ എനിക്ക് കുഴപ്പമുണ്ട്. ഒന്നിനും കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ട്. പിന്നെ പൈസ കിട്ടിയാൻ പറഞ്ഞുള്ള ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒന്നും അറിയണ്ട, രാവിലെ വരിക, ബസ്സിൽ കയറുക. പിന്നെ ഒന്നും അറിയണ്ട, അങ്ങോട്ട് നിന്നാ മതി. ഒന്നും അറിയണ്ട പോലും. ക്ലീൻ ചെയ്യുക, പണി ചെയ്യുമ്പോ അറിയാം. ഒന്നും അറിയണ്ടത്. മര്യാദക്കുള്ള പണി ചെയ്യാണെങ്കിൽ പോയാൽ മതി. ടീച്ചറായിട്ട് കയറണമെങ്കിൽ കയറി. അല്ലാത്ത വല്ല പണിക്കാ വരുന്നെങ്കിൽ അവിടെ നിന്ന് ആരും തെറ്റും. ടീച്ചറായിട്ടൊക്കെ റിസ്ക്കാണ്. എന്നാ റിസ്ക്? ഒരു റിസ്കും ഇല്ല. മര്യാദക്ക് അങ്ങോട്ട് കയറിയാച്ചാ മതി. ടീച്ചറിന്റെ വേക്കൻസി ഉണ്ടെന്നല്ലേ? ഉണ്ട്. സാരിയൊക്കെ ഉടുത്ത് വരണം. സാരി ഒന്നും എടുക്കണ്ട, അവിടെ ചോയ്സാ. സ്കൂളിലൊക്കെ ശരിയാ, എന്നാ വേണേലും ഡ്രസ് ഇടാം അല്ലേ? ചോയ്സാ, ചോയ്സ്. അമ്മച്ചി ലുക്ക് ഇല്ലാതെ അങ്ങ് പോയാ മതി. അമ്മച്ചി ലുക്ക് ഇല്ലാതെ നല്ല ഉടുപ്പിട്ട് അങ്ങ് പോയാ മതി. പോകേണ്ടടുത്തൊക്കെ ഞാൻ നല്ലതായിട്ടാ പോകുന്നത്. നല്ല രസമായിരുന്നു അല്ലേ? തിരിച്ചയില്ലേ പോകുന്നത്? നവോദയോ? നവോദയോ? നവോദയാ. നവോദയയിലോട്ട് ഇനി അങ്ങനെ പോകാനാ? മറ്റേ ജോലി തിരിഞ്ഞ് പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇനി അത് അവിടെ അതിലെ ഇനി ഇരുട്ടാ. നാളെ അതുവഴി നടന്നു വരാം. വേണ്ട വേണ്ട, എന്നാ നാളെ ഈ സെയിം വഴി തന്നെ. അതുവഴി നടന്നു വന്നിട്ട് ഇതിലേ അങ്ങ് പോയാൽ പോരെ? പാടാ. നാളെ അതുവഴിയാ. ഇന്ന് നവോദയ സ്കൂള് കാണിക്കാൻ പറ്റിയില്ലല്ലോ. കുഴപ്പമില്ല. അല്ല, ഇതുവഴി വരുമ്പോ ഒരു നവോദയയിലോട്ട് പോകുന്ന വഴി ഉണ്ടല്ലോ. ഒരു വഴിയില്ല. ഇന്നലെ നമുക്ക് ആ വഴി തെറ്റിപ്പോയി. നമ്മളിപ്പോ ആ വഴി കൂടെ അല്ലേ ഇങ്ങോട്ട് വന്നത്. ആ വഴി കൂടെ അല്ലേ ഇങ്ങോട്ട് വന്നത്.
ഇല്ല അതുവഴി പോയില്ല. അതിന്റെ അവിടെ നേരത്തോട്ട് തിരിഞ്ഞ് കയറ്റം കയറി നമ്മള് മല കയറി പോന്നു. അങ്ങോട്ടൊക്കെ ഇരുത്താം. എന്നെ അങ്ങോട്ട് നടത്തി. നമ്മൾ 6:45 വീട്ടിൽ ചെല്ലുന്ന കേട്ടോ. ഇപ്പൊ 6:45. കുഴപ്പമില്ല, ഇച്ചിരി കൂടുതൽ നടക്കണം. അതിനെ ഓഫ് ചെയ്യും. ഒരുപാട് സമയമായെന്ന് തോന്നുന്ന വീഡിയോ. ബൈ പറഞ്ഞോ, ബൈ. അപ്പോൾ ഇന്ന് ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് പള്ളിയിൽ സെമിനാരിയിൽ അച്ഛനെ കാണാൻ പറ്റി. ഒത്തിരി കാര്യം എല്ലാം ചോദിച്ചറിഞ്ഞു. കുറേ നേരം കൂടെ എനിക്ക് അച്ഛൻ്റെ അടുത്ത് വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു. ബിഷപ്പ് വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ദിവസം ഞങ്ങൾ പോകുമ്പം അച്ഛന്മാർ പഠിക്കുന്ന കൊച്ചുങ്ങളുണ്ട്, അച്ഛൻ പട്ടം പഠിക്കുന്ന പിള്ളേർ, അവരോടൊക്കെ നമുക്ക് സംസാരിക്കാം. നമുക്ക് എന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി നമുക്കെടുക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും കൊണ്ട് നിർത്തുക. ഞങ്ങൾ വടവാതൂർക്ക് പോവുക. ഇന്ന് ഭയങ്കര നടപ്പായിപ്പോയി, പക്ഷെ ഒരു ക്ഷീണം ഇല്ലല്ലേ? എനിക്കില്ല. എല്ലാ ദിവസവും ക്ഷീണമുണ്ടോ? അമ്മയുടെ വാച്ച് അറിയാലോ, ഓഫായി പോയില്ലല്ലോ അത്. എല്ലാ ദിവസവും ഇങ്ങനെ നടക്കുന്നോണ്ട് കുഴപ്പമില്ല. ഒരു ദിവസം മാത്രമേ നടക്കാതിരുന്നുള്ളൂ. ഒരു ദിവസം മാത്രമേ നടക്കാതിരുന്നുള്ളൂ. അപ്പം പിറ്റേ ദിവസം നടന്നപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു. എല്ലാ ദിവസവും നടക്കണം, അല്ലെങ്കിൽ പാടാ. അപ്പോൾ ഇനി വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഒത്തിരി നാൾ കൂടി ഒരു കാര്യം പറയുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ എല്ലാവരും, കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാം. ഇന്നലെ ഞാനേ 7 എന്ന് പറഞ്ഞില്ലേ, അതെന്നാന്ന് വെച്ചാൽ സ്ട്രെസ്സ് മാറുന്നതിന് ഒരു PhD എടുത്ത ഒരു കന്യാസ്ത്രീ പറഞ്ഞു തന്ന വീഡിയോ കണ്ട കേട്ടോ. അപ്പോൾ അതിനകത്ത് 7 പേരെ നമ്മൾ അഭിനന്ദിക്കണം. 7 കാര്യങ്ങൾ ദൈവത്തിന് 7 കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം ആദ്യമേ. അത് കഴിഞ്ഞ് 7 പേരെ അഭിനന്ദിക്കണം. പിന്നെ 7 പ്രാവശ്യം ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുത്ത് വിടണം. ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ 7+7+7 അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് പിന്നെ സ്ട്രെസ്സ് മാറും. എൻ്റെ മാറി കിട്ടോ ഇന്നലെ ഞാനത് ചെയ്തപ്പോൾ, മിനിങ്ങാന്ന് ചെയ്തപ്പോൾ. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോയിൽ അത് പറഞ്ഞത്. അഭിനന്ദിച്ചത് യൂട്യൂബിൽ തന്നെ അഭിനന്ദിച്ചാൽ പോരെ. നമ്മൾ വീഡിയോ കാണുമ്പോൾ അവർക്ക് എന്നൊക്കെ ഓരോ കമൻ്റൊക്കെ നല്ല ഇട്ടാൽ പോരെ. അതാ. പിന്നെ നിന്നെ ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം നല്ലതായിട്ട് പറയും. അപ്പം അങ്ങനെ കേട്ടോ. അതാണ് വിശദീകരിച്ച് ഞാനത് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ ബൈ പറ.